ഗസയിൽ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കി സമാധാന കരാർ നിലവിൽ വന്നു. പക്ഷേ സ്ഥിതിഗതികൾ ഇപ്പോഴും സാധാരണ നിലയിലേക്കായിട്ടില്ല എന്നതാണ് വരുന്ന വിവരങ്ങൾ. അത് വാക്കുപാലിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല എന്ന് ഒരു ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നു. ഇസ്രായേൽ വാക്കുപാലിക്കുന്നില്ല, കരാർ ലംഘനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തിരിച്ചും ആരോപണങ്ങൾ ഉയരുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഉടലെടുത്തിരിക്കുന്നത്. അത് 48 പേരുടെ കൈമാറ്റം എന്നതായിരുന്നു ഈ കരാറിൽ പറഞ്ഞിരുന്നത്. ബന്ദികളായി 48 പേർ, അതിൽ 20 പേർ ജീവനോടെ ഉണ്ട്. ആ 20 പേരുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ മൃതദേഹം കൈമാറും എന്നതായിരുന്നു വാക്ക്. പക്ഷേ അതിന്റെ ഡെഡ് ലൈൻ അവസാനിച്ചതിന് ശേഷവും ഹമാസ് ആ മൃതദേഹങ്ങൾ കൈമാറിയിട്ടില്ല. ആകെ 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. അതിൽ ഒരാൾ ബന്ദിയാക്കപ്പെട്ട ആളല്ല എന്ന കാര്യം കൂടി ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന വലിയ ആരോപണം ഇസ്രായേൽ ഉയർത്തിയിരിക്കുകയാണ്. അത് ആ വാക്ക് പാലിക്കാത്തത് കൊണ്ട് തന്നെ ചില മുന്നറിയിപ്പുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇസ്രായേൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് പ്രധാന അതിർത്തി പോയിന്റായ ഗാസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള റാഫ ക്രോസിംഗ് കടക്കാൻ അനുവദിക്കാതെ ഉള്ള ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുന്നു. മാത്രവുമല്ല സഹായവുമായി ഗസയിലേക്ക് എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടയുന്നു തുടങ്ങിയ നടപടികളാണ് ഇതിന് പകരമായി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാന അതിർത്തി പോയിന്റ് അടച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ സഹായവുമായുള്ള അങ്ങോട്ടേക്കുള്ള ട്രക്കുകളുടെ വരവ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമല്ലെങ്കിൽ നിരായുധീകരണം അസാധ്യം എന്നത് ഹമാസ് ആവർത്തിച്ച് പറയുമ്പോൾ ശക്തമായ മുന്നറിയിപ്പുമായി നെതന്യാഹു രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുകയാണ് ഈ മണിക്കൂറുകളിൽ. നിരായുധീകരണം നടന്നില്ലെങ്കിൽ എല്ലാം തകിടം മറിയും എന്ന ഒരു മുന്നറിയിപ്പാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ആയുധം ഉപേക്ഷിക്കണം, ഗസയിൽ ആയുധ നിർമ്മാണശാലകൾ ഇല്ല എന്ന് ഉറപ്പാക്കണം, ആയുധങ്ങൾ ഗസയിലേക്ക് കടത്തുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് നെതന്യാഹു പറയുമ്പോൾ നിരായുധീകരണം എന്നത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന യാഥാർത്ഥ്യമായില്ല എങ്കിൽ നടക്കില്ല എന്ന ഹമാസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമാധാന കരാറിന്റെ ഭാവി എന്ത് എന്നൊരു ചോദ്യം വളരെ ശക്തമായി ഉയരുകയാണ്. ഭീഷണിയുമായി ട്രംപും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഞാൻ ഹമാസുമായി സംസാരിച്ചിരുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആയുധം ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു എന്നതാണ് ട്രംപ് പറയുന്നത്. ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വേഗത്തിലുള്ള ഏറ്റവും അക്രമാസക്തമായ തിരിച്ചടി നേരിടാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് ഹമാസിന് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കരാർ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും അവിടെ സമാധാനമുണ്ടാവുക. അല്ലെങ്കിൽ അവിടേക്ക് സമാധാനം പ്രതീക്ഷിച്ചെത്തിയ ജനങ്ങൾക്ക് പോലും ഭീഷണിയായി ശക്തമായ സൈനിക ആക്രമണം ഉണ്ടാകും എന്നതിന്റെ മുന്നറിയിപ്പ് നെതന്യാഹുവും ട്രംപും നൽകുകയാണ്. ഈ മധ്യസ്ഥർ വഴി അത്തരമൊരു സന്ദേശം ഹമാസിന് ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗസയിലേക്ക് സഹായങ്ങളുമായി എത്തുന്ന ട്രക്കുകളെ റഫേൽ തടയുന്ന ഇടപെടൽ ഇസ്രായേൽ ശക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഈ ബന്ദി കൈമാറ്റം കൃത്യമായി നടക്കുമെന്നും അവിടെ ഗതാഗത പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ് തടസ്സം എന്നും ഉള്ള ഒരു കാര്യം സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചില ഇളവുകൾ നൽകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ട്രക്കുകൾ തടയില്ല എന്നൊരു നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം കൃത്യതയ്ക്കുള്ളിൽ നടപ്പിലായില്ല എങ്കിൽ ഒരു പക്ഷേ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് 4 മൃതദേഹങ്ങൾ കൂടി കൈമാറും എന്നതാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഗാസയിലെ ഗതാഗത സൗകര്യങ്ങളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നും വാക്ക് പാലിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നും ഹമാസ് പറയുന്നു. അങ്ങനെ നടന്നാൽ മാത്രമായിരിക്കും അവിടെ ഇനിയെങ്കിലും ഈ വെടിനിർത്തൽ എന്നത് തുടർന്നു കൊണ്ടുപോവുക. മറിച്ച് പ്രാദേശിക ഘടകങ്ങളുമായി സായുധ സേനകളുമായിട്ടൊക്കെയുള്ള ഹമാസിന്റെ ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ സമാധാനം പ്രതീക്ഷിച്ചെത്തിയ മനുഷ്യർക്ക് അവിടെ സമാധാനമല്ല, വലിയ അനിശ്ചിതത്വങ്ങളുടെ മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ല, ഭക്ഷണമില്ല തുടങ്ങിയ പരാതികളും പലരുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഗാസയിൽ സമാധാനം എന്നത്, ശാശ്വത സമാധാനം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. ഏത് നിമിഷവും ഹമാസ് വാക്ക് പാലിച്ചില്ല എങ്കിൽ ഏത് നിമിഷവും കനത്ത
ആഘാതവും പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്നൊരു മുന്നറിയിപ്പാണ് നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.